അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമയായ, തന്റെ ദാസനായ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഒന്ന് സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി, ഒരുപാട് വേദനകളിൽ കൂടി കഴിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ തന്റെ പ്രിയപ്പെട്ട പത്നി വഫാത്തായ സമയമാണ്. തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച, സ്നേഹിച്ച അബൂ ത്വാലിബ് എന്ന് പറഞ്ഞ തന്റെ പിതൃവ്യൻ വഫാത്തായി മരണപ്പെട്ട സമയമാണ്. ഇവർ രണ്ടുപേരും മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ യാത്ര പോവുകയാ തന്റെ ഉമ്മയുടെ നാടായ ത്വായിഫിലേക്ക്. എന്തിനാണ് പോകുന്നത്? തന്റെ ആശ്രയം നഷ്ടപ്പെട്ടപ്പോ തന്നെ സഹായിക്കാൻ തന്റെ മാതാവിന്റെ ആൾക്കാർ സജ്ജരാകുമെന്നുള്ള ആ ഒരു താല്പര്യത്തിൽ കടന്നു പോകുമ്പോ നാം ഓരോരുത്തരും കേട്ടിട്ടുള്ളതാണ് ത്വായിഫിലുണ്ടായ സംഭവത്തെ സംബന്ധിച്ച്, അല്ലെ? ത്വായിഫിലുണ്ടായ കാര്യം നമുക്കറിയാമല്ലോ. ത്വായിഫിലെ ജനങ്ങൾ അവർ അല്ലാഹുവിന്റെ റസൂലിനെ കൂകി വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കല്ലെറിയുകയാണ്. ആ നാട്ടിലെ മോശമായ കുട്ടികളെ കൊണ്ടുപോയി കല്ലുകൾ എറിഞ്ഞുകൊണ്ട്, ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ ആട്ടിയോടിക്കുമ്പോ ചരിത്രം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പും ആ കാലും രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രക്തം കൊണ്ട് തന്റെ കാലിലെ ചെരുപ്പ് തന്റെ കാൽപാദത്തോട് ഒട്ടിച്ചേർന്നിരിക്കുകയാ. അത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് 3 ദുഃഖങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടായത്. ഈ 3 ദുഃഖങ്ങൾക്കും പരിഹാരമായി നബുവത്തിന്റെ 11ാമത്തെ വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖറബുനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞു വിടുന്നു, യാ ജിബ്രീൽ, എൻ്റെ അടിമയെ നീ കൊണ്ടുവരണം, എൻ്റെ പ്രവാചകനെ നീ കൊണ്ടുവരണം, എനിക്ക് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം.